ഈ അതിരാവിലെ നമുക്ക് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ദിനം ആയിരുന്നിട്ടും ദേശഭക്തിയോടുകൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ 76ാമത്തെ റിപ്പബ്ലിക് ദിനമായ ഇന്ന് രാജ്യത്തുള്ള സ്നേഹവും കൂറും അഖണ്ഡതയും ബഹുമാനവും കാണിച്ച് നമുക്ക് നമ്മുടെ ദേശീയ പതാക അനാവരണം ചെയ്യുവാൻ ഇടയായി. അതിന് നിങ്ങളെല്ലാവരും വളരെയധികം ഉത്തേജനത്തോടും ഉത്സാഹത്തോടും കൂടെ കടന്നു വന്ന് ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സന്തോഷം. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ഗ്ലോബൽ ഹെഡ് ക്വാർട്ടേഴ്സിലും രാവിലെ 7 മണിക്ക് അവിടെയുള്ള പിതാക്കന്മാരും പട്ടക്കാരും എല്ലാവരും കൂടെ ചേർന്ന് പതാക അനാവരണം ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വിശുദ്ധ കുർബാനയ്ക്കായി കടന്നു പോകുന്നത്. ഞാൻ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നു. ഇവിടെ അടുത്തുള്ള ഒരു കൺവെൻഷനിൽ വചനം പ്രസംഗിച്ചു. രാത്രിയിൽ അഭിമന്യ തിരുമേനിയുടെ അരമനയിൽ വിശ്രമിച്ചു. ഇന്ന് രാവിലെ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ പ്രത്യേക ദിനത്തിൽ എന്നെ നിങ്ങളുടെ ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിച്ചതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഏറ്റവും സ്നേഹമുള്ള കേണൽ പി. ജോൺ വില്യം, ലീഫ്റ്റനൻറ്റ് കേണൽ സാജു ഡാനിയൽ, ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ ഓഫീസേഴ്സും സിസ്റ്റേഴ്സും കുഞ്ഞുങ്ങളും സഹോദരിമാരും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വന്ദനം. വളരെ സന്തോഷമുള്ള, ആനന്ദമുള്ള, പ്രത്യാശയുള്ള, അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആശംസകളും ഞാൻ നേരുന്നു. നമ്മുടെ രാജ്യം ലോകത്തിലേക്കും ഏറ്റവും വലിയ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കൺട്രിയാണ്. ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യം കൂടാണ് നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യം വൈവിധ്യമാകുന്ന മതങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളും ഉള്ള ഒരു മഹത് റിച്ച് സമ്പന്നമായ ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാജ്യത്തിൻ്റെ നേതാക്കൾ, സ്വാതന്ത്ര്യ പോരാളികൾ, അതിനുശേഷം ഈ രാജ്യത്തിന് നല്ല ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിത്തന്ന ആ മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള നേതാക്കൾ, രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന രാജേന്ദ്ര പ്രസാദ്, ഇങ്ങനെയുള്ള ചരിത്രം നമ്മൾ പഠിച്ചാൽ ഈ കഴിഞ്ഞ 75 വർഷങ്ങളിൽ ഈ രാജ്യം നേടിയെടുത്തിട്ടുള്ള വികസനം വലുതാണ്. നമുക്ക് പലവിധമാകുന്ന പ്രശ്നങ്ങൾ കാണും. അത് ഒരു കുടുംബത്തിലുമുണ്ട്. ഏത് രാജ്യത്ത് ചെന്നാലും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഇട്ടാവട്ടത്തിലുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളായിരിക്കും കാണുന്നത്. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ യാത്ര ചെയ്താൽ പ്രശ്നങ്ങൾ നമ്മുടേത് ഒന്നുമില്ല. ഇറ്റ്സ് വെരി സ്മോൾ. ഇത്രയും മതങ്ങളും വിശ്വാസാചാരങ്ങളും സംസ്കാരവും നിറം, ഗുണം, ഭാഷ ഇതെല്ലാം ചേർന്ന് നിൽക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യം ഭാരതം എങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നു? നമ്മൾ പണ്ട്
സോവിയറ്റ് യൂണിയൻ ഓഫ് റിപ്പബ്ലിക് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വലിയ ഫെഡറേഷൻ ഛിന്നഭിന്നമായി. എന്നിട്ടിപ്പോഴെല്ലാം കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ്. അവരുടെ നിറവും അവരുടെ വിശ്വാസങ്ങളൊക്കെ ഏകദേശം ഒന്നാണ്. എങ്കിൽ പോലും അവർക്ക് ഒരുമിച്ച് നിൽക്കുവാൻ സാധിച്ചില്ല. എന്നാൽ നമുക്ക് ഇത്രയും സമാധാനപരമായി ഹാർമോണിയസായി സ്നേഹത്തോടും സാഹോദര്യത്തോടും സാമൂഹിക പ്രതിബദ്ധതയോടും കൂടെ ജീവിക്കുവാനും വസിക്കുവാനും ഈ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഫ്രീ ആയിട്ട് ഒന്നും പേടിക്കാതെ യാത്ര ചെയ്യുവാൻ സാധിക്കുന്നു, ജീവിക്കുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ സന്തോഷപൂർവ്വം നന്ദിപൂർവ്വം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഈ വർഷത്തെ നമ്മുടെ റിപ്പബ്ലിക് ആഘോഷങ്ങളുടെ തലക്കെട്ടായി തീമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സുവർണ ഇന്ത്യ, പൈതൃകവും വികസനവും. ഗോൾഡൻ ഇന്ത്യ, ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പം ഇന്നത്തെ റിപ്പബ്ലിക് പരേഡിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് നമ്മുടെ സാംസ്കാരികതയ്ക്കും ആ വിധത്തിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തിനും ധന്യതയ്ക്കുമാണ്. അതിനോട് ചേർന്ന് തന്നെ ഈ കഴിഞ്ഞ 75 വർഷം കൊണ്ട് നമ്മുടെ ഈ രാജ്യം ഏതെല്ലാം മേഖലകളിൽ വികസനം ഉണ്ടാക്കിയെടുത്തു, നേടിയെടുത്തു, അതിൻ്റേതായ ഒരു പ്രദർശനവും പരേഡിലുണ്ട്. നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തോട് സ്നേഹമുണ്ടാകണം. നമുക്കുണ്ട്, എന്നാൽ അത് കൂടുതലുണ്ടാകണം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കേൾക്കുമ്പോൾ അയ്യോ ഇങ്ങനെയാണോ എൻ്റെ രാജ്യം എന്നുള്ള ഒരു മനപ്രയാസമാകാതെയും ഒരു നെഗറ്റിവിറ്റി വരാതെയും നമ്മുടെ രാജ്യത്ത് ഇത്രത്തോളം സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടല്ലോ എന്നോർത്ത് സർവേശ്വരനായ ദൈവത്തെ സ്തുതിക്കുന്നവരും നമ്മളെ ഭരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുമാകാം. അതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങളെ ഭരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ ആരാധനകളിൽ മിക്ക പരിശുദ്ധ സഭ വിഭാഗങ്ങളുടെയും ആരാധനകളിൽ നമ്മളെ ഭരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, MPs, MLAs, വിവിധ രീതിയിലുള്ള ബ്യൂറോക്രാറ്റ്സ്. അത് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം കാണിക്കുന്ന ഒരു വലിയ പ്രതിബദ്ധതയുടെ ചിഹ്നമാണ്. അത് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നമ്മൾ തുടർമാനമായി രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മളെ ഭരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക, നമ്മൾ വസിക്കുന്ന സംസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കേരളം വളരെ ധന്യമായ ഒരു സംസ്ഥാനമാണ്. നമ്മുടെ കേണൽ ആന്ധ്രാക്കാരൻ. ആന്ധ്രയും വളരെ സമാധാനപരമായി പോകുന്നൊരു സംസ്ഥാനമാണ്. ഞാൻ പല പ്രാവശ്യം തെലുങ്കാനയിലും ആന്ധ്രയിലും യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെയും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന് വളരെയധികം സഭാ മക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്ന ഈ രാജ്യത്ത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് വീണ്ടും പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ സമാധാനം ഒത്തിരി ഉണ്ടാകും, ഒത്തിരി ഐക്യത ഉണ്ടാകും, കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് എല്ലാം മാറിക്കിട്ടും. അങ്ങനെയുള്ള ശുഭാപ്തി വിശ്വാസവും പ്രത്യാശയും ഉള്ള പരിശുദ്ധ സഭയുടെ മക്കളായി നമ്മൾ ജീവിക്കുകയും ചിന്തിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവർക്ക് ദൈവത്തിൻ്റെ ജ്ഞാനവും ബുദ്ധിയും ആരോഗ്യം കൊടുക്കുവാൻ എല്ലായ്പ്പോഴും നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനവും എൻ്റെ പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും. ഈ പരിശുദ്ധ സഭയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ബന്ധം പുലർത്തുവാനും ഒരു നല്ല ദിനത്തിൽ നിങ്ങളോടൊപ്പം കൂട്ടായ്മ ആചരിക്കുവാനും എനിക്ക് ഇടയായതിലും എന്നെ ക്ഷണിച്ചതിലും എല്ലാവരോടും എൻ്റെ ഹൃദയംഗമായ നന്ദിയും, പ്രത്യേകിച്ച് നമ്മുടെ
സിൽവാനിയോസ് തിരുമേനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ഏറ്റവും നല്ല പൗരന്മാരായി നമ്മളാലാവോളം ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും അഖണ്ഡതയ്ക്കും സമാധാനപരമായ ഒരു നിലനിൽപ്പിനും വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും സഹവർത്തിക്കുകയും ചെയ്യുക. അതിനായി സർവ്വേശ്വരനായ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ആശീർവദിക്കുകയും ബലപ്പെടുത്തുകയും ദൈവത്തിൻ്റെ കൃപകളാൽ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ.